അദ്ദേഹം ഇപ്പം നമ്മളോട് പറയുന്നത് ഈ കേസൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് മനോഭാവമൊക്കെ ഒന്ന് മാറാൻ വീണ്ടും അദ്ദേഹം തിരിച്ച് ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് വീണ്ടും പറയുന്നത്. ഇവിടെ ഒരു കൊലപാതകം നടക്കും, അത്രേ ഉള്ളൂ. അത് ശരി. അത് നമുക്ക് ഇത് കണ്ട് പരിചയമുള്ള ആള് എന്ന രീതിയിൽ നമുക്കറിയാം. ഒരു വർഷം മുമ്പ് ആ കട്ടിലയിൽ ഇങ്ങനെ കിടക്കുവാ ഞാൻ. അപ്പോൾ അമ്മ ദാ ഇവിടെ വന്നിരിക്കുന്നു. അവരവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു ചെയറുണ്ട്. അപ്പം അമ്മ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അവരോട് ഒന്ന് എണീറ്റ് കൂടി എന്ന് പറയുക. ഞാൻ ആ കട്ടിലിൽ നിന്ന് എണീറ്റ് വരാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഇവരെ ചവിട്ടി പറയും. അതെ അതെ. ഈ അമ്മയായിട്ട് നിരന്തരം മരുമകൾ വഴക്കായിരുന്നു. അത് പിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന 2 മാസത്തിന് ശേഷം വഴക്കാം. എന്നിട്ടും ഈ ഒരു സംഭവം മൈക്രോസോഫ്റ്റിൽ ഞാൻ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പരിപാടി എനിക്ക് നൈറ്റ് ആവും. ഈ ഒരു സംഭവം നടക്കുമ്പം ഈ അമ്മയും മരുമകളായിട്ട് ക്ലാഷ് കിടക്കുമ്പോൾ ചേട്ടൻ പെട്ടെന്ന് അതിനകത്തോട്ട് ഒന്ന് കയറി ഇടപെടുന്നില്ല. എന്തായാലും ഇടപെടാനായിട്ട് ഓടി വന്നതാ. അതിനു മുമ്പേ കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ ഉറക്കത്തിന്റെ മൂഡിൽ ഇങ്ങനെ ഇരിക്കുക. രാത്രിയുള്ള ജോലി. ഞാൻ 6 മണിക്ക് കയറി രാവിലെ 6 മണിക്കാണ് എണീക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 9 മണിക്കാണ്. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് ഇന്നും ഇന്നലെയും നൈറ്റ് കഴിഞ്ഞിട്ടിരിക്കുക. ഞാൻ ഈ സ്ത്രീ ഈ അമ്മയെ പല പ്രാവശ്യം ഇതിനു മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. എല്ലാ ദിവസവും നിരവധി തവണ പോലീസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടല്ലേ? ഞാൻ അങ്ങനെ പോലീസുകാരോട് കൂടുതൽ സംസാരിക്കാൻ പോയിട്ടില്ല. പക്ഷെ എന്നാലും കഴിവിൻ്റെ പരമാവധി സമയവും ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ചേട്ടൻ്റെ ഒരു മദ്യപാന സ്വഭാവം ഈ കുറച്ച് പ്രശ്നങ്ങൾക്ക് കാരണമാണെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ പ്രതികരിക്കുന്നത്? അത് താണ്ടെ എൻ്റെ പിന്നെ വീട്ടിലെ ജോലിക്കാരെയാണ് നിൽക്കുന്നത്. അവരൊരു സ്ത്രീയാണ്. എൻ്റെ അമ്മയൊരു സ്ത്രീയാണ്. അവരോട് ചോദിക്കാം ഈ എന്താണ് ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? താങ്കളുമായിട്ട് ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ആപ്പോഴുള്ള കാരണം അവരുടെ മനോരോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ സൈക്കിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിയാണോ ഈ വഴക്ക് നടക്കുന്നത്? അമ്മായിയമ്മയുടെ എന്തെങ്കിലും ഒരു ആവശ്യം സാധാരണ ഒരു വഴക്കിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. സത്യത്തിൽ അവരുടെ പിന്നെ വഴക്കിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാരണവും ഇല്ലാതെ അങ്ങ് ചെയ്യുക. മനോരോഗമാണ്. അതെ, ആയിരിക്കാം. ഈ മനോരോഗം മുൻനിർത്തി അവർ ജാമ്യം നേടാൻ ചാൻസ് ഉണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിലവിൽ ചേട്ടൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ്? അവരെ തള്ളിക്കളയുകയാണോ? വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വന്നാൽ സ്വീകരിക്കാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ? രോഗാവസ്ഥയും പ്രശ്നങ്ങളും മാറിയാൽ 100 വട്ടം സ്വീകരിക്കും. പിന്നെ 2 മക്കളുണ്ട്. അപ്പോൾ അവരെ അനാഥരാക്കരുത്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ വീണ്ടും ഈ സ്വഭാവമൊക്കെ തിരുത്തി അമ്മയോടുള്ള മനോഭാവം തിരുത്തി വന്നാൽ വീണ്ടും സ്വീകരിക്കും. അമ്മയോടുള്ള മനോഭാവം അല്ല, മൊത്തത്തിലുള്ള സ്വഭാവം മാറി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. 100 വട്ടം. ഈ ഞാൻ ഇനി വേറൊരു വിവാഹമൊന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പം ഈ ചേട്ടൻ്റെ ഒരു സംഭവത്തോടുകൂടിയാണോ ഈ പരാതി മുന്നോട്ട് പോയത്? അതെ, പിന്നെ അല്ല, നമ്മൾ ഒരേ സമയം നമ്മൾ സ്വീകരിക്കും എന്നും പറയുന്നില്ല. സ്വീകരിക്കുമെന്ന് പറയുന്നത് ഇപ്പം മനുഷ്യന് മാറാമല്ലോ, എപ്പോൾ വേണേലും മാറാം. മാറി എന്ന് നമുക്ക് 100% ബോധ്യം വന്നാൽ നമ്മൾ സ്വീകരിക്കും. ഓക്കെ, താങ്ക് യു. ഈ വീട്ടിലെ സ്റ്റാഫാണോ? ശരി. ഈ വീട്ടിലെ സ്ഥിരം സംഭവങ്ങളാണോ ഇത്? ഈ എന്താ ഈ ടീച്ചർ ഒരു മനോഭാവം ഇങ്ങനെ ആയത്? എന്തിനാണ് അവർ ഈ വഴക്കുണ്ടാക്കുന്നത്? ഈ അമ്മയമ്മയൊക്കെ ഈ അമ്മച്ചിയെ കൊണ്ട് യാതൊരു ശല്യവും ഇല്ല. ഇവരെ അമ്മച്ചിയെ കണ്ടുകൂടാ. കാണുമ്പോഴേ പിന്നെ കേറിപ്പോ, അകത്ത് കേറിപ്പോ, അങ്ങനെയൊക്കെയുള്ള മനോഭയം വേറെ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അത് ശരി. വളരെ മോശമായിട്ടാണോ ഈ അമ്മായിയോട് പെരുമാറുന്നത്? ഭർത്താവിനോടും ഭർത്താവിന്റെ ശരീരത്തെ പാടുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് ശരി. വളരെ ക്രൂരമായിട്ടാണ്. എന്നിട്ടും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അതാ പറഞ്ഞത്, സ്വീകരിച്ചു കൊണ്ടുവന്നാലും. അതെ. ചേച്ചി എത്ര വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്? 3 വർഷം കൊണ്ടുണ്ട്. ഈ അമ്മായിയമ്മയ്ക്ക് ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കും. ഈ മരുമകളൊന്നും ചെയ്യത്തില്ല. ഒരു തുള്ളി വെള്ളം പോലും മരുമകൾ കൊടുക്കത്തില്ല. അപ്പൊ ഇവര് വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാന്ന് പറയുന്നുണ്ട്. ഇവര് പഠിപ്പിച്ച കുട്ടികളൊക്കെ എന്തോ ആവുമോ എന്തോ. എന്തുവായാലും ഇവിടെ കൊണ്ടുവന്നാൽ ഈ കൊലപാതകം നടക്കാൻ ആരെങ്കിലും ഒരാളെ കൊല്ലും. അത് ഉറപ്പാ. എന്റെ ഒരു മനസ്സിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കണ്ട് പരിചയം ഉണ്ടായോണ്ട് ഇവരുടെ സ്വഭാവം അറിയാം. ഈ കുഞ്ഞുങ്ങളെ ഇവർ സ്നേഹത്തോടെ പരിപാലിക്കാറുണ്ടോ? കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കും. ഇവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ശരി. ആവശ്യത്തിലധികം സ്വത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാ ചുറ്റുപാടുകളും ഉണ്ട്.
ഇപ്പം ഭക്ഷണം 3-4 നേരം എത്തിക്കാൻ ജോലിക്കാരിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് തിന്നാൻ എല്ലാ സൗകര്യമുള്ളവരാണ് ഈ കുഴപ്പം മൊത്തം. ഇപ്പോൾ കേരളം മൊത്തം താടകയെന്നാണ് അവരെ വിളിക്കുന്നത്. പക്ഷെ എന്നാലും ചേട്ടൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്.